എനിക്ക് ആദ്യമായിട്ടാണല്ലോ ലൈഫിൽ ഇപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ഇവിടുന്നാ. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുഡ് നമുക്ക് വളരെ ന്യൂ ആയിട്ടുള്ളതാണല്ലോ. ശീലമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സ് അറിയാൻ തുടങ്ങി. നമുക്ക് അതിന്റെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും ചിന്തയിലും വരാൻ തുടങ്ങി. യൂഷ്വലി നമ്മൾ അങ്ങനെ ഒരു സെന്ററിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ, സ്റ്റാഫ്, പേഷ്യന്റ് അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിവിടെ ഒരു മനസ്സ് ഹാപ്പി ആവാനും ഫ്രീ ആവാനും വേണ്ടി നമ്മുടെ സ്ഥലത്ത് വന്നേക്കണു. ഈ കോഴ്സ് സോഷ്യൽ വർക്ക് കഴിഞ്ഞാൽ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ എനിക്കിവിടെ വന്ന് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പോൾ അത് ചെറിയ ചെറിയ സ്ട്രെസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ബിഞ്ച് ഈറ്റിംഗ് അപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെ വന്നുകൊണ്ടാണ് തടി വെച്ചത്. ഇപ്പൊ അതൊരു എക്സ്ക്യൂസ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതെ അതെ. ഇപ്പൊ അത് വേണ്ട. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം ദേവി ഉണ്ട്. ദേവി ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ദേവി ഇപ്പൊ ഏതാണ്ട് ഒരു 3 ആഴ്ചയായിട്ട് ജീവനത്തിൽ നമ്മളോടൊപ്പം പ്രകൃതി ചികിത്സ പരിശീലിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ദേവിയുടെ പോലെ ഒരു ചെറിയ പ്രായത്തിൽ ഒരു 20 വയസ്സുകാരി പ്രകൃതി ചികിത്സയിലേക്ക് വരിക എന്ന് പറയുന്നത് വാസ്തവത്തിൽ തുടർന്നുള്ള മുഴുവൻ ലൈഫിലേക്കും വേണ്ടിയിട്ടാണ് അത് ഉപകാരപ്പെടാനായിട്ട് പോകുന്നത്. അത് ജസ്റ്റ് ഫിസിക്കലായിട്ട് എങ്ങനെ സ്വന്തം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, സൈക്കോളജിക്കലി എങ്ങനെയായിരിക്കണം, ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു നിലപാട് എങ്ങനെയായിരിക്കണം, ഇതിങ്ങനെ പല പല വിഷയങ്ങളിൽ വലിയ ഉയർന്ന തരത്തിൽ ചിന്തിക്കാനും കൃത്യമായിട്ടുള്ള ലൈഫിനെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാനൊക്കെയാണ് ദേവിയെ പോലെയുള്ള കുട്ടികൾ ഇവിടെ എത്തുമ്പോൾ ഉപകാരപ്പെടുക. എന്തായാലും ദേവിയുടെ എക്സ്പീരിയൻസുകൾ, പ്രകൃതി ചികിത്സാ അനുഭവങ്ങൾ ജീവനത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്നറിയട്ടെ. ഇതിവിടെ വരുമ്പോ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് ദേവി ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കണം? ഞാൻ സോഷ്യൽ വർക്ക്. അപ്പോൾ BSW തേർഡ് ഇയറിലാണ്, കഴിയാറായി. അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിലോട്ട് ഇറങ്ങണം, കൗൺസിലിംഗ് അങ്ങനെയൊക്കെ പോകണം എന്നാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു സ്റ്റിഗ്മ ആയിട്ട് വന്നതുകൊണ്ട് അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ലല്ലോ, അപ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ആൾക്കാർ കൗൺസിലറിനെ കാണാൻ വരണേന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും വരാറില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളൊരു സംഭവമായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കത് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക, അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ ഇങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണത്, കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ അത് ആൾക്കാരെ ഒന്നും ബോധ്യപ്പെടുത്തണമല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനെ പറ്റി എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരണ കാര്യം എനിക്ക് അറിയണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അമ്മ ഇത്തിരി തടി കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വിട്ടതാണ്. പക്ഷെ ദേവി ഇവിടെ തടി കുറയ്ക്കലൊന്നും അല്ല, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി. എനിക്ക് കൂടുതലും ബെനിഫിറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് സൈക്കോളജിക്ക് എന്ന് പറയണ്ട, മൈൻഡ് ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കുക. എന്താണ് നേച്ചുറോപ്പതി എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. അപ്പോൾ ഒരുപാട് ആയുർവേദ ട്രീറ്റ്മെന്റ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് വ്യത്യസ്തമാണെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഡയറ്റ്, അപ്പൊ ആദ്യം നമുക്ക് ഫാസ്റ്റ് ഫുഡിനോടാണ് ഭയങ്കര അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതെ അതെ, ന്യൂജൻ എപ്പോഴും അതിന്റെ കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് അപ്പൊ തന്നെ ഒരു ഹെൽത്തി ബോഡി, നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫുഡും സ്ലീപ്പ് സ്കെഡ്യൂളും ഒന്നും നമുക്കില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുഡ് നമുക്ക് വളരെ ന്യൂ ആയിട്ടുള്ളതാണല്ലോ, ശീലമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ അതിന്റെ ബെനിഫിറ്റ്സ് അറിയാൻ തുടങ്ങി. നമുക്ക് അതിന്റെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും ചിന്തയിലും വരാൻ തുടങ്ങി. അപ്പൊ നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നല്ല ചിന്തകളാണ് നമ്മുടെ തലയിൽ വരാം. വെരി ഗുഡ്, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ യൂഷ്വലി അങ്ങനെ വരുമ്പോൾ നമ്മൾ ജങ്ക് ഫുഡാണ് കൂടുതലും കഴിക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല, ബോഡീനെ നോക്കണ പോലെ മൈൻഡിനെ നോക്കണല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണം. പക്ഷെ എല്ലാവരും ഒപ്പം ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളവരുടെ കൂടെ സംസാരിക്കുക, പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ആ ഫുഡിനോടുള്ള ആ ഒരു ക്രേസ് പോയി. ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, പക്ഷെ അതിന്റെ ആ ഒരു ഫുഡിനോടുള്ള ആ ഒരു അൺഹെൽത്തി ഫുഡിനോടുള്ള ക്രേസ് അത് പോയി. അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ സൈക്കോളജി ക്ലാസ്സസ് നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് സൈക്കോളജിയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ടോക്സും കാര്യങ്ങളും, ഫിലോസഫി അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈഫിനെ പറ്റി ഇപ്പോൾ ഡോക്ടർ പറയണതും സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് പറയണതും, അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിന് പറയണ്ട, സ്റ്റാഫും ഇവിടെ വരുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. യൂഷ്വലി നമ്മളങ്ങനെ ഒരു സെന്ററിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ, സ്റ്റാഫ്, പേഷ്യന്റ് അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല.
എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിവിടെ ഒരു മനസ്സ് ഹാപ്പി ആവാനും ഫ്രീ ആവാനും വേണ്ടി നമ്മുടെ സ്ഥലത്ത് വന്നേക്കണു. ഇതിപ്പോ ജീവനത്തിൽ വന്നപ്പോ ദേവി മാത്രമാണ് ഇങ്ങനെ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ടുള്ള ഒരാൾ. ഇങ്ങനെ സൈക്കോളജിയുടെ ഇഷ്ടമുണ്ട്, അത് പഠിക്കണം, അല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് കൂട്ടത്തിൽ കുറയണം, ഇങ്ങനെയൊക്കെയുള്ള മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് കാൽമുട്ട് വേദന, ഹാർട്ട് പേഷ്യൻസ്, അങ്ങനെ വലിയ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും. പിന്നെ പ്രായമൊക്കെ വളരെ വ്യത്യാസം. ദേവിയാണ് ഇതിൽ ഏറ്റവും ചെറുത്. അപ്പൊ ആ ഒരു ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ഇതൊരു കൂട്ടുകുടുംബ സ്റ്റൈലിലാണ് ദേവിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൂട്ടായിട്ട് നമ്മളെല്ലാവരും. ഞാൻ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് വലിയ ഫാമിലി കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ അമ്മാമ്മയാണെങ്കിൽ അമ്മാമ്മയുണ്ട്, അച്ചാച്ചനാണെങ്കിൽ അച്ചാച്ചനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ചേച്ചിമാരെ പോലെ നമുക്ക് അഡ്വൈസ് ചെയ്യണം. ഇപ്പൊ നമ്മള് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ. അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് ലൈഫിൽ ഇപ്പൊ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടണത് ഇവിടുന്നാ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ നമ്മളിപ്പോ തെറ്റ് ചെയ്ത കാര്യമാണെങ്കിലും ഇനി ചെയ്യാൻ പോണ കാര്യമാണെങ്കിലും നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പീനിയൻസും അവരുടെ സജഷൻസും അവർ നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കണമെന്നില്ല. അവരവരുടെ ഇൻപുട്ട് നമ്മളോട് പറയുന്നു, എല്ലാവരും ഷെയർ ചെയ്യുന്നു. നമ്മളായാലും നമുക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് പറ്റുന്നത് അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഞാൻ റിയലൈസ് ചെയ്തു, കൂടുതലും റിയലൈസ് ചെയ്യുന്നത് ഇതാണ്, ബോഡിയിൽ ഉണ്ടാവുന്ന ഓരോ അസുഖങ്ങൾ. ഇപ്പൊ ഏറ്റവും മോശമായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പൊ നമുക്കിപ്പോ ഡയബറ്റീസ് അങ്ങനെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് വരെ നോക്കുമ്പോൾ അതുവരെ മൈൻഡിലിട്ട് കണക്റ്റഡാ. നമ്മളെ മൈൻഡ് മഡൽഡപ്പ് ആകുമ്പോഴാണ് നമ്മളെ ശരീരം അങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ ഭാവിയിൽ ഇപ്പൊ ഞാൻ വലിയ സൈക്കോളജിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സയന്റിഫിക്കലി ആയിട്ട് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ദേവി പഠിച്ചു. എങ്ങനെയാണ് ഫിസിക്കൽ, എന്തായാലും ജീവനം എന്ന് പറയുന്ന എല്ലാം ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് മാത്രം വരുന്ന ഒരിടാണ്. ആളുകൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ കുറേ അധികം സൈക്കോളജി കൂടി ഇതിൽ ഉപയോഗിക്കുന്നു. ഇപ്പൊ കാൽമുട്ട് വേദന മാറാൻ കൂടി പോലും അവരുടെ സൈക്കോളജിക്കലി എന്തൊക്കെയാണ് അവർക്ക് വിഷമങ്ങളുള്ളതെന്ന് അന്വേഷിച്ച് ക്ലിയർ ആക്കുകയാണ്. അത് ദേവിയുടെ ഫ്യൂച്ചറിലേക്ക് ഈ ഒരു പഠനം കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഇപ്പൊ ഈ കോഴ്സ് സോഷ്യൽ വർക്ക് കഴിഞ്ഞാല് ഫ്രീ പീരീഡ് കിട്ടുമ്പോ എനിക്ക് ഇവിടെ വന്ന് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാരെ കാണുമല്ലേ, അപ്പൊ പല പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു, ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുമല്ലോ. ഓരോ കേസ് സ്റ്റഡീസ് ആണല്ലോ അതൊക്കെ. അത് ഭയങ്കര രസമായി. കാരണം ഇവിടെ ആളുകൾ രോഗം മാറാൻ വരുന്നിടത്ത് ഒരാൾ ആ രോഗം മാറുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റ് ആവും. അപ്പൊ അവര് രോഗം മാറും മാത്രമല്ല നമുക്ക് അതിനെപ്പറ്റി നല്ല അറിവും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പോൾ അത് ചെറിയ സ്ട്രെസ് അങ്ങനെ വന്നപ്പോൾ ബിഞ്ച് ഈറ്റിംഗ്, അപ്പൊ അങ്ങനെ ഒരുപാട് അങ്ങനെ വന്നുകൊണ്ടാണ് തടി വെച്ചത്. ഇപ്പൊ അതൊരു എക്സ്ക്യൂസ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ അത് വേണ്ട. എല്ലാ കുട്ടികളും പറയുന്നതല്ലേ, മറ്റേ ഫുഡ് ക്രേവിങ്സ് ഉണ്ട്, സ്വീറ്റ് ടൂത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതിനൊക്കെ പുറകിൽ ഒരു സ്ട്രെസ് ആണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മുദ്ര കുത്തും. ബേസിക്കലി ഇപ്പൊ ഇവിടെ വന്നിട്ടും ഇവിടെ ഇപ്പൊ സ്ട്രെസ്സും ഒരാൾക്കുള്ളത് മാറാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ടെക്നിക്ക് പരിശീലിപ്പിക്കലോ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. നോർമലായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു ജീവിക്കാൻ. ഓരോരുത്തരുടെ സ്ട്രെസ്സോ വേദനയോ എന്താന്ന് വെച്ചാൽ ഒക്കെ അവരവർ സ്വന്തമായിട്ട് ക്ലിയർ ആക്കുന്നു. നമ്മളുടെ അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആകുമ്പോഴേ അപ്പോ നമ്മളെ വേറെ നീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. നല്ല ഹെൽത്തി എൻവയൺമെന്റ്, നല്ല ആൾക്കാർ ചുറ്റിനും, നല്ല ഫുഡ് കിട്ടുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ തോട്ട്സും നല്ല പോസിറ്റീവായിട്ട് വരുന്നതാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഇപ്പൊ അവർക്ക് ഇതിനെ പറ്റി ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഫീഡ്ബാക്ക് നമ്മളിത് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ഇതിനെപ്പറ്റി പറയണതാണ്. ഇത് വാസ്തവത്തിൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് മാത്രം കിട്ടുന്നതായത് നമുക്ക് പറഞ്ഞൊപ്പിക്കുക എന്ന് പറഞ്ഞു പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും അടിപൊളിയായിട്ട് 21 ദിവസം ജീവനത്തിൽ ആഘോഷിച്ചു. എന്തായാലും ദേവീനെ ഇവിടെ എല്ലാവരും കൊഞ്ചിക്കുകയായിരുന്നു. കാരണം വളരെ പ്രായം ചെന്ന ആളുകളൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട്. എന്തായാലും ദേവി നല്ല മിടുക്കിയായിട്ട് ഇനി മറ്റേ PG ഒക്കെ സൈക്കോളജിയിലൊക്കെ എടുത്ത് വരാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും. മിടുക്കിയായിരിക്കും, സന്തോഷമായിരിക്കും.